ഏറ്റവും മോശം ഒരു അനുഭവം എന്താണ്? മോശം അനുഭവങ്ങൾ പലതും എനിക്ക് കപ്പലിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ട്രെയിനി ആയിട്ട് ഡെക്ക് കേഡറ്റ് എന്നൊരു റാങ്കിൽ നമുക്ക് 18 മന്ത്സ് 18 മാസത്തോളം കപ്പലിൽ ട്രെയിനിങ് ആവശ്യമുണ്ട്. ഇപ്പം ആദ്യത്തെ ഷിപ്പ് കഴിഞ്ഞു, വലിയ കുഴപ്പമില്ല. ആ സമയത്ത് നമുക്ക് ഒത്തിരി ജോലികളൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ ഒരു പാർട്ടാണ്. അടുത്ത കപ്പൽ കയറിയപ്പോഴത്തേക്കും ആ കപ്പൽ എന്നെക്കാളും പ്രായമുള്ള ഒരു കപ്പലായിരുന്നു, കുറച്ച് നല്ല പഴക്കമുള്ള ഒരു കപ്പലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സൗത്ത് ചൈന സീ, ചൈനയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രി ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ കടൽ പ്രക്ഷുബ്ധമാണ്, കപ്പൽ നല്ല രീതിയിൽ ആടി ഉലയുന്നുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ബ്ലാക്ക് ഔട്ട്, അതായത് കപ്പലിൻ്റെ ജനറേറ്റർ നിന്നുപോയി. അപ്പം ഈ കപ്പലിൽ ഈ വൈദ്യുതി ഉണ്ടാകുന്നത് ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. പെട്ടെന്ന് ജനറേറ്റർ നിന്ന് പോയപ്പോഴത്തേക്കും കപ്പലിൻ്റെ എൻജിൻ നിന്നു, മൊത്തത്തിൽ ഇരുട്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൻ്റെ വെട്ടം ഓണാക്കുവോ അല്ലെങ്കിൽ അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതിയല്ലോ. ഇത് പക്ഷേ കറണ്ട് പോയി, മൊത്തം ഓഫാണ്, എൻജിൻ ഓഫാണ്. അപ്പോൾ ഷിപ്പ് നേരത്തെ കുറച്ച് ചെറിയ രീതിയിൽ ആടിയുലയായിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ ഈ കപ്പലിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ആടിയുലയും. അതിനിടയ്ക്ക് ഇനി അവർക്ക് ജനറേറ്റർ നന്നാക്കിയിട്ട് മാത്രമേ ഉള്ളൂ ഇനി കപ്പലിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യമായിട്ട്, അത് എൻ്റെ രണ്ടാമത്തെ കപ്പലായിരുന്നു, അതായത് ആകെ എനിക്ക് 9 മാസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ കപ്പലിങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല, മൊത്തത്തിൽ ഇരുട്ട്. അപ്പം കപ്പലിലെ ക്യാപ്റ്റൻ എഞ്ചിൻ റൂമിൽ പോകുന്നു, എത്ര സമയം എടുക്കുന്നു എന്ന് ചോദിക്കുന്നു. എല്ലാവരും ഓടി നടന്ന് ഉള്ള ചെറിയ ടോർച്ച് വെട്ടത്തിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കപ്പലിനെ ഒന്ന് ഇത് ആക്കിയെടുക്കാൻ. അപ്പോൾ അന്ന് നന്നായിട്ട് പേടിച്ചു. കപ്പലിലെ ക്യാപ്റ്റൻ്റെ മുഖത്ത് നല്ല രീതിയിലൊരു പേടി അനുഭവപ്പെട്ടായിരുന്നു. അപ്പം നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ സമയത്ത് ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ പേടിച്ചു. പക്ഷേ കുറച്ച് 2 മണിക്കൂറുകൾക്ക് ശേഷം, 2 മണിക്കൂർ അപ്പം നല്ല രീതിയിൽ ആടി ഒലിഞ്ഞ് ആ സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ ആൾക്കാരെല്ലാം, നമ്മുടെ കപ്പലിലെ എൻജിനീയേഴ്സ് ജനറേറ്ററിൻ്റെ വർക്കൊക്കെ തീർത്ത് എല്ലാം റെഡിയാക്കി. അതുവരെ എല്ലാവർക്കും മൊത്തത്തിലൊരു ടെൻഷനായിരുന്നു. ഇപ്പം അങ്ങനെയൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മളത് ഇപ്പം വീട്ടിലോട്ടൊക്കെ ഷെയർ ചെയ്യുമല്ലോ, നമ്മൾ ഉറപ്പായിട്ടും അത് അങ്ങനെ സാഹചര്യം ഷെയർ ചെയ്യും. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ മുഖത്തൊരു ടെൻഷൻ വരും. അതുകൊണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ അന്യമായ ഒരു സമയം, അത് 2008 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് വീട്ടിലോട്ട് വിളിക്കണമെങ്കിൽ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം 1 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ $1, അത്രയും എക്സ്പെൻസാണ്. അപ്പം ഇന്നത്തെ വെച്ച് നോക്കുമ്പം 1 മിനിറ്റ് വിളിക്കണമെങ്കിൽ 90 രൂപ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വിളിച്ച് ഹായ് എന്തുകൊണ്ട് വിശേഷം, ഞാനിവിടെ സുഖം വെച്ചു, അങ്ങനെയായിരുന്നു. പിന്നീട് കപ്പലേലും തുറമുഖത്ത് ഓസ്ട്രേലിയ അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് സിം കാർഡ് ചീപ്പ് റേറ്റിൽ കിട്ടും. അവിടുന്ന് സിം കാർഡ് വാങ്ങിച്ചിട്ടാണ് സ്വസ്ഥമായിട്ട് വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ അന്നന്ന് നമുക്ക് അറിയിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പണ്ടൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഈ കാര്യങ്ങളൊന്നും അപ്പോൾ പറയത്തില്ല. പിന്നീട് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളുടെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ പകുതി തണുത്ത് പോയിട്ടുണ്ടായിരിക്കും.